വെയിലുള്ളപ്പോൾ അദ്ദേഹം ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിഴലിനെ വരെ പേടിയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ്. നിഴലിനെ വരെ പേടിയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്ത നവകേരള സദസ്സിന് അകമ്പടി സേവിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകിയിരിക്കുകയാണ് സർക്കാർ. സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് പിണറായി സർക്കാരിന്റെ ക്രൂരമായ ഒരു പരിഹാസമായി എന്നും SFI നേതാവ് ആർഷോ പോയി കക്കൂസ് കഴുകുന്ന പോലീസുകാരനോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന പോലീസുകാരനും ഗുഡ് സർവീസ് എൻട്രി നൽകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നവകേരള സദസ് നടന്ന 44 ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നത്. എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത്. സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പൊ ഇതിലൂടെ പ്രകടമാകുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത്. ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. BJPയുമായി CPMന് അവിശുദ്ധപരമായ ഒരു കൂട്ടുകെട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് 38 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതായത് 38 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതോടുകൂടി കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുകയും ഇവിടെ കേരളത്തിൽ BJPയുടെ അധ്യക്ഷൻ സുരേന്ദ്രനെതിരെയുള്ള കുഴൽപ്പണ കേസ് ഒതുക്കി തീർക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ BJP അധ്യക്ഷൻ സുരേന്ദ്രനെ സംരക്ഷിക്കുന്നുവെന്നും വി ഡി സതീശൻ പറയുന്നു. അടുത്തതായി വി ഡി സതീശൻ പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു. അതായത് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടും അവരെ മതപരമായി ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രചരണങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ മതപരമായ ചില രീതികൾക്കും ഒന്നും ഇടം നൽകാത്ത കേന്ദ്ര സർക്കാർ കേരളത്തിൽ അവരുടെ ഭവനം സന്ദർശിക്കുകയും അവരെ കേരളത്തിലെ ക്രൈസ്തവരുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ആട്ടും തോലിട്ട ചെന്നായുടെ പ്രവർത്തനമാണ് കേരളത്തിലെ BJPയുടെ നേതൃത്വം നടത്തുന്നതെന്നും പറയുകയാണ് വി ഡി സതീശൻ. അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ച പൂർണ്ണരൂപം കേൾക്കാം. BJPയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്താ? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിലെത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. അപ്പൊ ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്. ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി, കേരളീയത്തിൽ കള്ളപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി. കേരളത്തിന്റെ സമാപന ചടങ്ങിൽ ഈ കള്ളപ്പിരിവ്, വ്യാജപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന്, നിയമവിരുദ്ധമായി പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി. ഇതൊക്കെയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലായില്ലേ? ഈ കാപ്പ പ്രകാരം ജയിലിലടക്കേണ്ടവൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് പോലീസിന്റെ കൂടെ. പോലീസിനെ വരെ കളിയാക്കുമല്ലേ ചെയ്ത് ശരിക്കും. 2200 പോലീസുകാരും മതിയാവാഞ്ഞിട്ടാണ് 4-5 വണ്ടി ക്രിമിനലുകളെ കൂടെ കൊണ്ടുപോയത്. പോലീസിനെ പരിഹസിക്കായിരുന്നു. ആരെങ്കിലും ഒരു കരിക്കുടി അടിച്ചാൽ തന്നെ കൊല്ലാൻ വരുമെന്നൊരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? വെയിലത്ത് ഇറങ്ങരുത് അദ്ദേഹം. വെയിലുള്ളപ്പോൾ ഇറങ്ങരുത്. കാരണം വെയിലുള്ളപ്പോൾ നിഴലുണ്ടാവും. നിഴലിനെ വരെ പേടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. വെയിലുള്ളപ്പോൾ അദ്ദേഹം ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിഴലിനെ വരെ പേടിയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ്. നിഴലിനെ വരെ പേടിയാണ്. വെയിലത്ത് ഇറങ്ങരുത്. അപ്പൊ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും പുറകെ ആരണ്ട ആക്രമിക്കാൻ പറ്റുന്നത് സ്വന്തം നിഴല് കണ്ടിട്ട്.